നമസ്കാരം. നമ്മുടെ സുഹൃത്തുക്കളെ, നമുക്കിന്ന് പുതിയൊരു ദാമ്പത്യത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുണ്ട്. ഭാര്യ ഭർത്താവ് അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഭാര്യയ്ക്ക് കണ്ട ദൈവമാണ് ഭർത്താവ്. അയാളൊരു ബിസിനസ് മാനാണ്. അയാളെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിന് അയാളെ കൊണ്ട് നടക്കാൻ അവൾക്ക് ഒരു ഭയങ്കര ഒരു ആനന്ദമാണ്. അവർ തമ്മിൽ ഒരുമിച്ച് പുറത്ത് പോകാനും ആൾക്കാർക്ക് നല്ല ലുക്കാണ്. അവൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമാ നടൻ്റെ പോലെ ഇരിക്കും. നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പോലെ ഇരിക്കും അയാളുടെ സൗന്ദര്യം. നല്ല സൗന്ദര്യം, 6 അടി ഉയരമുള്ള നല്ല അസല് സുന്ദര കുട്ടപ്പൻ. ഇവളും നല്ല സുന്ദരിയാണ്. അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇയാൾ രാത്രിയിൽ ഭാര്യനെ പരിപാടി ചെയ്യുന്നില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പല പ്രാവശ്യം കെട്ടിപ്പിടിക്കും, പരിപാടി ചെയ്യാൻ ഉമ്മ വയ്ക്കും, അത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇതൊക്കെ ചെയ്യും. പരിപാടിയുടെ അടുത്ത് എത്താറാകുമ്പോൾ മൂപ്പര് വേഗം പിന്മാറും. ഇതെന്താന്ന് ഇവൾക്ക് ഒരു പിടുത്തമില്ല. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കടന്നു പോയിട്ട് മൂപ്പര് പിന്നെ സെക്സിനെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ പിന്നെ അതിനെക്കുറിച്ച് മാറ്റി പറയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യും, നമുക്കിന്ന് ഒരു പുതിയ ഇപ്പോൾ ബെഡ്റൂമിൽ വെച്ചിട്ട് കെട്ടിപ്പിടിക്കുമ്പോഴും വയ്ക്കുമ്പോഴും പരിപാടി ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെയുള്ള ചേട്ടൻ്റെ ഒരു പ്രശ്നം, നമുക്കൊന്ന് എന്നെ കുളിപ്പിച്ച് താ, ചേട്ടൻ എന്നെ സോപ്പ് തേച്ച് കുളിപ്പിച്ച് താ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കുളിക്കാമെന്ന് പറയും. ഇത് പറഞ്ഞോട് കൂടിയിട്ട് മൂപ്പര് ഡ്രസ്സും മാറി മൂപ്പര് ഓഫീസിൽ പോയി. അതുപോലെ തന്നെ സെക്സിനെ കുറിച്ച് എന്തെങ്കിലും വല്ല ഡബിൾ മീനിങ് പറഞ്ഞോ മൂപ്പര് അപ്പോൾ സ്കൂട്ടാവും. അങ്ങനെ ഇവൾക്ക് ആകെ വിഷമായി. ഇവൾക്ക് പണ്ടാര പറഞ്ഞവർക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൾക്ക് ഭക്ഷണം കിട്ടാണ്ടായി. ഇവളാകെ സങ്കടത്തിലായി. അപ്പോൾ ഇവർ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറേ മാറിയിട്ടാണ് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇയാൾക്കൊരു അനിയുണ്ട്. അനിയനാച്ച വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവനാച്ചൻ്റെ ഒറ്റയ്ക്ക്, അവൻ വലിയ കലാകാരനാണ്, പടം വരയ്ക്കലാണ് അവൻ്റെ പണി. നല്ല നല്ല പടങ്ങൾ വരച്ച് അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്. വീടായിട്ട് യാതൊരു ബന്ധവുമില്ല, ചേട്ടനായിട്ട് ഒരു വലിയ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അനിയൻ ഉണ്ടെന്നുള്ളത് ഇവള് കല്യാണത്തിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം അവൻ ചേട്ടനോട് ഇവള് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അനിയനൊന്ന് കാണാൻ പോട്ടെ, കുറേ നാളായില്ലേ, അവനാച്ചും ഇങ്ങോട്ടും വരുന്നില്ല, നിങ്ങൾ അവനെ പറ്റി സംസാരിക്കുന്നില്ല, ഞാൻ ഒന്ന് പോയി കാണട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവൻ ഭ്രാന്തനാണ്, അവനെ പോയി കാണേണ്ട കാര്യമൊന്നുമില്ല, അവൻ എന്തൊക്കെയോ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കുറേ പടങ്ങളും വരച്ച് അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അല്ല എന്നാലും ഞാൻ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് അനിയനെ കാണാൻ ചെന്നു. അനിയനെ കാണുമ്പോൾ അനിയന് വലിയ സന്തോഷം. ചേട്ടത്തിയമ്മ വന്നു, അങ്ങനെ കുറേ പടങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് ചോദിച്ചു, എന്താ ചേട്ടന് വരെ മുഖത്ത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ച് ഇത്രയായിട്ടും കുട്ടികളായിട്ടില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനാണെങ്കിൽ എനിക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല, എപ്പോഴും തിരക്കാണ്, എപ്പോഴും യാത്രയാണ്, എപ്പോഴും ബിസിനസ് ടൂറാണ്. ഇതൊക്കെ കാരണം എനിക്ക് വലിയ വീട്ടിലിരുന്നത് ഞാൻ മടുത്തു, അതാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ചേട്ടത്തേക്ക് വലിയൊരു ഫോട്ടോ ഒക്കെ അവൻ സമ്മാനിച്ചു. ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവള് ആ ഫോട്ടോ കൊണ്ടുവന്ന് ഹാളിൽ വെച്ചു. ഹാളിൽ വെച്ചപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചോദിച്ചു, ഇത് ഏതാ ഫോട്ടോ? അത് അനിയൻ പ്രിയ തന്നതാ എന്ന് പറഞ്ഞു. ആ, കാശ് മേടിച്ചില്ല അല്ലേ, എന്നാൽ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അവനെങ്ങനെ, സുഖമാണോ? സുഖമാണ്. അപ്പോൾ അവനോട് നിങ്ങൾക്ക് പറയാമെന്നില്ല ഒരു കല്യാണമൊക്കെ കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഒരു ദിവസം പോകുന്നുണ്ട്. ഇനി നീ പോകേണ്ട കാര്യമില്ല. ഇല്ല, ഞാൻ ഒരു ദിവസം പോകുന്നുണ്ട്, അന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിക്കാൻ, നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ട അവനെ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഞാനൊരു ദിവസം പോയിട്ട് അവനോട് പറയാം, കല്യാണത്തിന് നിർബന്ധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി പിന്നെ ഒരു ദിവസം കൂടി പോവുക. ചെന്നപ്പോൾ പറഞ്ഞു, ഫോട്ടോ ഒക്കെ ചേട്ടന് വലിയ ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്നോട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാനേ ചേട്ടൻ പറയണമെന്ന് പറഞ്ഞു. ഈ ജീവിതത്തിൽ കല്യാണം ഉണ്ടാവില്ല ചേട്ടത്തി, ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നീ ഇങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വല്ല പ്രേമുണ്ടോ? പ്രേമൊന്നുമില്ല, ഞാൻ അങ്ങനെ കല്യാണം കഴിച്ച് കുട്ടിയും കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ലൈംഗികപരമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, അത്ര തന്നെ. അത് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ബന്ധപ്പെടൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധപ്പെടലാണ്. അത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷനെ പറ്റിയുള്ള സംശയങ്ങളായി. പിന്നെ വേറൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, വേറെ പെണ്ണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ തിക്കും തിരക്കും വഴക്കും, അത് കഴിഞ്ഞ് ഡൈവോഴ്സ്. അതിനൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ബാച്ചിലറായി നിൽക്കുമ്പോൾ നമുക്ക് ഏത് പെണ്ണിനെ വേണമെങ്കിലും പോയി, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പെണ്ണിനെ വേണമെങ്കിൽ പരിപാടി ചെയ്യാം, വേണമെങ്കിൽ കാശ് കൊടുത്ത് ചെയ്യാം, ചിലപ്പോൾ കാശ് ഇങ്ങോട്ട് കെട്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ സംസാരിച്ചു. അപ്പോൾ ചേട്ടത്തിക്ക് വലിയ താല്പര്യമായി. ഇവന് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അതിന്. അങ്ങനെ ഒരു ദിവസം അന്നും ചേട്ടത്തിനെ ഇതൊക്കെ പറഞ്ഞ് മടങ്ങി പോന്നു. ചേട്ടത്തി വന്നിട്ട് ഒരു ദിവസം ഇയാൾ ബിസിനസ് ടൂറിന് പോവുക.
ബിസിനസ് ടൂറിന് പോയപ്പോൾ ഇവൾക്ക് സന്തോഷമായി. ഇവിടെ വിളിച്ചു, ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അനിയ ഇങ്ങോട്ട് വാ, ഇന്ന് ഇവിടെ ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് തരാം. ഏട്ടൻ 2 ദിവസത്തേക്ക് ടൂറിന് പോയേക്കുക, ബിസിനസ് ടൂറാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാം. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് വരയ്ക്കാനുണ്ട്, ആ വരയ്ക്കാനുള്ള കുളാപ്പൊക്കെ ഇങ്ങോട്ട് എടുത്തോ, നമുക്ക് ഇവിടെ ഇരുന്ന് വരയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഏട്ടത്തി എനിക്കൊരു മോഡലായിട്ട് നിന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിന് ഇപ്പം എന്താ, മോഡലായി നിന്ന് തരാമല്ലോ എന്ന് പറഞ്ഞു. ശരി, ഏത് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ മോഡലാവണ്ടേ, അത് ഞാൻ അവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ആ വരയ്ക്കാനുള്ള സാധനങ്ങളും എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മോഡലാവേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നഗ്നമായുള്ള ശരീരത്തിൽ വെറുതെ ഒരു ഷാള് മാത്രം ഇട്ടുകൊണ്ട് അതാണ് എൻ്റെ മോഡൽ എന്ന് പറഞ്ഞു. മുഖം സൈഡ് മാത്രം കാണിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ ഫോട്ടോ നീ വല്ലയിടത്തേക്കും വിൽക്കാനാണോ അതോ നീ വേറെ ആരെങ്കിലും കാണിക്കാനാണോ? ഇത് അതിനൊന്നല്ല, ഇത് എനിക്ക് എൻ്റെ റൂമിൽ വെച്ചിട്ട് എനിക്ക് മാത്രം കാണാനാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തിയുടെ സൗന്ദര്യം അത്ര നല്ല സൗന്ദര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ മുമ്പിൽ ഒരു ഷാള് മാത്രം ഇട്ടിട്ട് മോഡലായിട്ട് നിൽക്കണം. ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനുള്ള ശരീരം മൊത്തം കണ്ടപ്പോൾ, ചേട്ടത്തിൻ്റെ ശരീരം മൊത്തം കണ്ടപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കൺട്രോൾ പോയി, ഇവൻ്റെ ചിപ്പം വടി പോലെയായി എന്ന് പറഞ്ഞ പോലെയായി. അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇമ്പ്രഷനായി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ വരച്ച് പകുതി എത്തിയോട് കൂടിയിട്ട് അവളുടെയും കൺട്രോൾ പോയി, ഇവൻ്റെയും കൺട്രോൾ പോയി. അവരങ്ങനെ അവിടെ കിടന്നിട്ട് ബന്ധപ്പെടുക. ആ ബന്ധപ്പെടൽ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇത്രയും നാളായിട്ട് ഭർത്താവിൻ്റെ നിന്ന് കിട്ടാത്ത സുഖമാണ്. ഭർത്താവ് ഇതുപോലെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഭാര്യ ആയിരുന്നു അവൾ. പക്ഷേ ഇങ്ങനെ അനിയനെ കിട്ടിയപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. അവർ ആ 2 ദിവസം ഭർത്താവ് വരുന്നവരെ ഒരു 2 ദിവസം അവർ രണ്ടുപേരും ആഘോഷിച്ചു. അത് കഴിഞ്ഞ് അനിയൻ്റെ വഴിക്ക് തന്നെ പോയി. ഫോട്ടോ ഒക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു, ഫോട്ടോ ആരും കാണിക്കില്ല, അതെൻ്റെ ബെഡ്റൂമിൽ എനിക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവൻ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതും ഈ പിള്ളേർക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ ചേട്ടൻ മനസ്സിലാക്കിയപ്പോൾ ഭാര്യ ഇവളോട് ചോദിച്ചു, നീ എൻ്റെ അനിയനെ ഇങ്ങനെ ഇടയ്ക്ക് പോയി കാണുന്നത് ശരിയല്ല, അവൻ ഇവിടെ വന്നു എന്നും പറഞ്ഞു, എനിക്കത് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു കേട്ടിട്ട് ചേട്ടൻ ആകെ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അതേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് നിങ്ങൾ ഇന്നവരെ ഒരു കുട്ടീനെ തന്നിട്ടില്ല. ഞാൻ വളരെ ആഗ്രഹിച്ചു, ഒരു കുട്ടീനെ തന്നിട്ടില്ല. നിങ്ങളുടെ അനിയൻ്റെങ്കിലും ഒരു കുട്ടീനെ കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അനിയൻ്റെ കൂടെ കിടന്നു, സത്യമാണത്. അപ്പോൾ അതുകൊണ്ട് ആ കടന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഗർഭമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അനിയൻ്റെ കുട്ടീനെ എൻ്റെ വയറ്റിലിരിക്കുന്നത് നിങ്ങളുടെ അനിയനോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ എന്നെ വേണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അനിയൻ്റെ കൂടെ ജീവിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്തായാലും നീ ഇത്രയും അങ്ങോട്ട് മുകളിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നീ എൻ്റെ അനിയൻ നിന്നെ ഏറ്റെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ ഏറ്റെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിഷമവുമില്ല, സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ നിന്നെ അവന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വിശാല മനസ്സാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തല്ലാനും കുത്താനും ചവിട്ടാനും വഴക്കുണ്ടാക്കാനും മറ്റുള്ളവരെ പോലെ പൊട്ടിത്തെറിക്കാനും ഒന്നും മൂപ്പര് നിൽക്കില്ല. വെറുതെ ഒരു കഥ കേൾക്കണ പോലെ പറഞ്ഞിട്ട് പറഞ്ഞു, നീ അനിയൻ്റെ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നീ പൊക്കോളൂ, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ അനിയൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ ചേട്ടനോടെല്ലാം തുറന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടനെ നമ്മളെ പറ്റിയുള്ള സംശയമുണ്ട്, ചേട്ടന് അതിനുള്ള വ്യക്തമായിട്ട് തെളിവും കിട്ടി എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും മറച്ചു വയ്ക്കാൻ പോയില്ല, നീയായിട്ട് ബന്ധപ്പെടാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് ഗർഭിണിയാണ്, ഇപ്പോൾ കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെ എൻ്റെ പേരിലൊരു കുട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാം. അത് ചേട്ടന് നന്നായിട്ട് അറിയാം ഞാൻ കല്യാണം കഴിക്കില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് നിങ്ങളിങ്ങോട്ട് ഇത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് അയച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറല്ല, ഇത് അബോർട്ട് ചെയ്തോ ചേട്ടത്തി, ഇനി നമുക്ക് അങ്ങനെയുള്ളൊരു ബന്ധം ആവശ്യമില്ലെങ്കിൽ നമുക്കിനി വേണ്ട നീ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരുപാട് മുന്നോട്ട് നിർബന്ധിച്ചിട്ട് പോകാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇത് സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടത്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതാണ് ചേട്ടത്തിയുടെ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ചേട്ടൻ ഒരു കാരണവശാലും ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എൻ്റെ ചേട്ടനെ ചെറുപ്പം മുതലേ എനിക്കറിയാം. എൻ്റെ ചേട്ടന് ചെറുപ്പം മുതലേ ചെറിയ പിള്ളേരായിട്ട് പരിപാടി ചെയ്യാനാണ് ഇഷ്ടം. അതേപോലെ ആ പരിപാടി ഇനി ചേട്ടൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ചേട്ടൻ ചെറുപ്പത്തിലെ എന്നെ വരെ പിടിച്ചിട്ട് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധമാണ് ചേട്ടൻ ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്ത് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റി. അതോടുകൂടി നീ ചേട്ടനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ്റെ വീടും കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് വന്ന് ജീവിക്കുന്നത്. ചേട്ടൻ ശരിക്കും പറഞ്ഞൊരു ഗയാണ്.
ചേട്ടൻ ഒരിക്കലും ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. ചേട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഒരു ഇത്രയും വലിയൊരു കമ്പനിയുടെ MD ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ ഉണ്ടാവുക? നമ്മൾക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി വേണമെങ്കിൽ നമ്മളൊരു സ്ത്രീനെ വയ്ക്കുക. ചേട്ടൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിനെ ഏട്ടത്തി കണ്ടിട്ടുണ്ടോ? പോവല്ലോ, ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ. അവനായിട്ടാണല്ലോ ടൂറ് പോണത്, ബിസിനസ് ടൂറ് പോണത്. അവനാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം. അവർ തമ്മിലാണ് ശരിക്കും എന്നും പരിപാടി ചെയ്യാനായിട്ടാണ് അവർ ഈ ബിസിനസ് ടൂറ് പോണതും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതും. പിന്നെ ഞാൻ അവിടെ വീട്ടിൽ വന്നപ്പോൾ ചേട്ടത്തിയുടെ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഇല്ലേ? അവിടുത്തെ അടുക്കള പണി ചെയ്യാനായിട്ട് ഒരു പെണ്ണകത്തും പുറം പണി ചെയ്യാനായിട്ട് ഒരു ആൾ പുറത്തും ഉണ്ടായിരുന്നല്ലോ, ഒരു ചെറുപ്പക്കാർ. ഉണ്ട്. അവനെ ആണ് ചേട്ടത്തി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടത്തിനെ ഉറക്കി കിടത്തിയിട്ട് ചേട്ടൻ പോയിട്ട് അവനെ ബന്ധപ്പെടുന്നുണ്ട്, അവനായിട്ട് പരിപാടി ചെയ്യുന്നുണ്ട്. ചേട്ടത്തി ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അവനെ പരിപാടി ചെയ്യുന്ന കാര്യം അവൻ്റെ ഭാര്യയായ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന അടുക്കളപ്പണിക്കാരത്തിക്ക് അറിയാം. ഞാനിതൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കി, അവനോട് ചോദിച്ചു മനസ്സിലാക്കി. അവന് 2 പെഗ് കൊടുത്തപ്പോൾ അവനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ചേട്ടൻ പരിപാടി ചെയ്യാറുണ്ട്, രാത്രി ചേട്ടത്തിനെ ഉറക്കി കെടുത്തിട്ട് അവൻ വരും. അപ്പോൾ ഭാര്യയുടെ അടുത്തുനിന്ന് അവൻ പോയി പരിപാടി ചെയ്യും, അവർക്ക് നല്ല പൈസയും കൊടുക്കും. അവൻ്റെ ഭാര്യയ്ക്ക് പോലും അതറിയാം, ചേട്ടന് ഇങ്ങനെ ഭർത്താവ് പരിപാടിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ചേട്ടൻ്റെ ജീവിതം. ആ ജീവിതത്തിലേക്ക് ചേട്ടത്തി കയറി വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടത്തി അതെല്ലാം മറന്നോളും, എന്നെയും മറന്നോളും. നമ്മളായിട്ട് ഒരു കാര്യം ചോദിച്ചു പോകാൻ പറ്റില്ല. ഈ കുട്ടീനെ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് അബോർട്ട് ചെയ്തോളമായിട്ട് അവൻ പറഞ്ഞയച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾ നേരിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ അനിയൻ എന്നെ ഉപേക്ഷിച്ചു, ഈ കുട്ടീനെ അദ്ദേഹം എടുക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ശാരീരികമായി ബന്ധപ്പെടാൻ മാത്രം ആൾക്ക് താല്പര്യമുള്ളൂ. ആൾ ഈ ജന്മത്തിൽ കല്യാണം കഴിക്കില്ല. പല സ്ത്രീകളെയും പരിപാടി നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ആത്മാർത്ഥത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ കുട്ടീനെ അബോർട്ട് ചെയ്ത് കളയാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ കുട്ടീനെ അബോർട്ട് ചെയ്തിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു കേട്ടിട്ട് അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കുട്ടിയല്ല ആവശ്യം, നീ ഒരു കുട്ടിയായ നിലയ്ക്ക്, നമുക്ക് കുട്ടികളുണ്ടാവാത്ത നിലയ്ക്ക് ആ കുട്ടിയെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും അവൻ പറഞ്ഞു ചോദിച്ചു. വേറെ പറഞ്ഞത് നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. ചോദിച്ചോളൂ. അവൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ചെറുപ്പം മുതൽ അവനെ ഞാൻ വണ്ടി കെട്ടി അവനെ ഞാൻ പിടിച്ച് വണ്ടി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ PA അവനെ പിടിച്ച് അവനായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. ഞാനൊരു പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാത്ത, പെണ്ണുങ്ങളെ കണ്ടാൽ വെറുക്കുന്ന, ആണുങ്ങളെ മാത്രം പരിപാടി ചെയ്ത് നടക്കുന്ന ഒരാളാണെന്ന് നിന്നോട് അവൻ പറഞ്ഞില്ലേ ചോദിച്ചു. പറഞ്ഞു. ഇവിടുത്തെ വേലക്കാരനെ വരെ ഞാൻ പിടിച്ച് പരിപാടി ചെയ്യുന്നത് അവൻ പറഞ്ഞില്ലേ ചോദിച്ചു. പറഞ്ഞു. അവൻ പറഞ്ഞെല്ലാം സത്യമാണ്. കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ മാറും എന്ന് കരുതിയ എനിക്ക് തെറ്റുപറ്റി, മാറിയില്ല. പിന്നെ നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ പല പ്രാവശ്യം നീയായിട്ട് ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചതുകൊണ്ട് നടക്കാത്തതിൽ എൻ്റെ കുറ്റമല്ല. നിനക്കൊരു വിഷമമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ കുട്ടിയായിട്ട് ഞാൻ വളർത്താം. നമ്മൾ പിരിയേണ്ട കാര്യമില്ല. നിനക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടി ചെയ്യുന്നത് തോന്നുന്നുണ്ടെങ്കിൽ നീ എൻ്റെ അനിയൻ്റെ അടുത്ത് പോയി ചെയ്തോ, എനിക്കതിൽ യാതൊരു വിഷമമില്ല. ഇനിയിപ്പോൾ ഒരു കുട്ടിയോട് ഉണ്ടാക്കി തന്നെ വെച്ചാൽ അതും ഞാൻ നോക്കാൻ തയ്യാറാണ്. എന്തായാലും എനിക്ക് സമൂഹത്തിലൊരു മാന്യത കിട്ടില്ല, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനും തയ്യാറാണ്, എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു കുട്ടി അത്യാവശ്യമായിരുന്നു. നിങ്ങളെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അനിയനിൽ നിന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എനിക്കും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. എനിക്ക് നിങ്ങളുടെ കൂടെ പുറത്ത് പോകാൻ ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ ഇഷ്ടമാണ്, നിങ്ങളുടെ ബിസിയായുള്ള ജീവിതം കണ്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട്, എല്ലാം ഇഷ്ടമാണ് എനിക്ക്. നിങ്ങളെ പിരിയാൻ എനിക്കും ഇഷ്ടമല്ല. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ചാണ് ജീവിക്കാം. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അവരെല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ ആണുങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കുടുംബജീവിതം കിട്ടും. ഭാര്യയ്ക്ക് ഭാര്യയായി അവർ ബന്ധപ്പെടുമ്പോൾ വേറെ ബന്ധപ്പെടുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ അടുത്ത് പോയിട്ട് ബന്ധപ്പെടാം. കുട്ടി വേണമെങ്കിൽ അനിയൻ ഉണ്ടാക്കി തരും. അനിയനാച്ചാൽ കല്യാണം കഴിക്കാത്ത ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.